വീട്ടുമുറ്റത്തും അടുക്കളയിലും വരെ സ്ഥാപിച്ച് ജനങ്ങളുടെ പരമാവധി വെറുപ്പ് നേടിയ പിണറായി വിജയന്റെ മഞ്ഞക്കുറ്റികൾക്ക് ശേഷം ഇതാ കേരളത്തിലേക്ക് അടുത്ത മഞ്ഞക്കുറ്റികൾ വരുന്നു. ആദ്യത്തേത് കേരയിൽ എന്നാണ് പേരെങ്കിൽ ഇത്തവണ ചെറുതായിട്ടൊന്ന് ഫ്രീക്കാക്കിയിട്ടുണ്ട്. കേരള ഹൈ സ്പീഡ് റെയിൽവേ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നതെങ്കിലും പ്രധാനമന്ത്രി കുറച്ച് മോദിക്ക് ഗ്യാരണ്ടി അല്ലാതെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പകരം ശ്രീധരനാണ് പത്രസമ്മേളനം നടത്തി പ്രോജക്ട് വിശദീകരിച്ചത്. കേരയിൽ സെമി സ്പീഡ് ആയിരുന്നുവെങ്കിൽ ഇത് ഫുൾ സ്പീഡ് ആണ്. കേരയിൽ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇത് തിരുവനന്തപുരം എയർപോർട്ട് മുതൽ കണ്ണൂർ എയർപോർട്ട് വരെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് തുടങ്ങി വർക്കല, കൊല്ലം, കൊട്ടാരക്കര, ചെങ്ങന്നൂർ, കോട്ടയം, വൈക്കം, എറണാകുളം, ആലുവ, നെടുമ്പാശ്ശേരി വിമാനത്താവളം, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, മലപ്പുറം, കരിപ്പൂർ വിമാനത്താവളം, കോഴിക്കോട്, പിന്നെ കണ്ണൂർ വിമാനത്താവളം. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പദ്ധതി. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 1.5 മണിക്കൂറും കോഴിക്കോട്ടേക്ക് 2.5 മണിക്കൂറുമാണ് സമയം വേണ്ടത്. ഇപ്പോഴത്തെ അലൈൻമെന്റ് നോക്കിയാൽ പിണറായി വിജയന്റെ കേരളിനേക്കാൾ വീടുകൾ BJP-ക്കാരുടെ ഹൈ സ്പീഡിന് പോകുമെന്നുറപ്പാണ്. അവരുടെ കാവിക്കുറ്റികൾ എന്ന് വരുമെന്ന് ഉറപ്പായിട്ടില്ല. ശ്രീധരൻ പറയുന്നതനുസരിച്ച് 1 കിലോമീറ്ററിന് 200 കോടിയാണ് ഇതിന്റെ ചിലവ്. ആകെ 430 കിലോമീറ്റർ, 86,000 കോടി രൂപ ചെലവ്. കേരളിന് 50,000 കോടി രൂപയായിരുന്നു ചെലവ് പറഞ്ഞിരുന്നത്. ഇനി ഇതിന്റെ ടിക്കറ്റ് നിരക്കൊക്കെ എത്രയാവുമെന്ന് കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ വന്ന വന്ദേ ഭാരതിലെ ടിക്കറ്റ് നിരക്കുകൾ മാത്രം ആലോചിച്ചാൽ മതി. നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് പുതിയ ട്രെയിനിന് മാത്രം ഇറക്കിയിട്ട് ഈ നിരക്കിൽ ടിക്കറ്റ് വരുന്നതെങ്കിൽ പുതിയ പാളങ്ങളും സ്ഥലങ്ങളും സ്റ്റേഷനും ഒക്കെ വരുമ്പോൾ എത്രയാകുമെന്ന് ഊഹിക്കാം. മാത്രമല്ല, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് വരെയുള്ള സ്ഥലം എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതിന് അവർ നടത്തിയ സർവേയിൽ ശരാശരി 100 മുതൽ 150 പേര് മാത്രമാണ് ആ ഭാഗത്തു നിന്നും ദിവസേന യാത്ര ചെയ്യാൻ സാധ്യതയുള്ളൂവെന്നും അതുകൊണ്ട് അത്ര ആൾക്കാർക്ക് വേണ്ടി അവിടെ വരെ നീട്ടുന്നത് വലിയ നഷ്ടമാണെന്നുമാണ് ശ്രീധരൻ പറയുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്. ഈ സ്പീഡ് റെയിൽവേയുടെ നിരക്ക് സ്ഥിരയാത്രക്കാർക്ക് എങ്ങനെയാണ് താങ്ങാനാവുക? വന്ദേ ഭാരതിൽ പോലും കോർപ്പറേറ്റ് ബിസിനസ് ആളുകൾക്കല്ലാതെ സ്ഥിരയാത്ര എങ്ങനെ മുതലാകാനാണ്? അപ്പോൾ ഈ പദ്ധതി ഉറപ്പായും അപ്പർ മിഡിൽ ക്ലാസ്, എലൈറ്റ് വിഭാഗത്തെ മാത്രം ഉന്നം വെച്ചുള്ളത് തന്നെയാണ്. പക്ഷെ അതിനായിട്ട് നഷ്ടപ്പെടുന്നത് മിക്കവാറും സാധാരണക്കാരുടെ വീടും കൃഷിയിടങ്ങളും ഒക്കെ തന്നെയാവും. കേരളിനെതിരെ ഉന്നയിക്കപ്പെട്ട എല്ലാ വിമർശനങ്ങളും ഇതിലും ഉണ്ടാവും, പരിസ്ഥിതി ആഘാതങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അതിനെതിരെ കോൺഗ്രസിനൊപ്പം സമരമുഖത്തുണ്ടായിരുന്ന BJP എന്ത് ന്യായമാണ് ഉന്നയിക്കാൻ പോകുന്നത് എന്നത് കൗതുകകരമാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം വളരെ വൈറലായിട്ടുണ്ട്. പൊന്നാനിയിലെ DMRC ഓഫീസ് എന്ന് പേര് വെച്ച ഒരു ബോർഡിന് താഴെ കേരള ഹൈസ്പീഡ് റെയിൽവേ എന്നും എഴുതി വെച്ചിരിക്കുന്നു. ശ്രീധരന്റെ ഓഫീസ് എന്ന സൂചനയോടെയാണ് അത് പ്രഖ്യാപിക്കപ്പെടുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകും, പാലക്കാട് മത്സരം നടക്കുന്നതിന് മുൻപേ തന്നെ MLA ഓഫീസും അതിനകത്ത് മുഖ്യമന്ത്രി ഓഫീസും ഒക്കെ പണിതവരാണ് BJP-ക്കാർ. അവസാനം റിസൾട്ട് വന്നപ്പോൾ തോറ്റ MLA ആയി ഇരിക്കാനായിരുന്നു ശ്രീധരന്റെ യോഗം. MLA ഓഫീസ് ഇപ്പോഴും അതിന്റെ നാഥനെ കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മോദിയുടെ തിരുവനന്തപുരം വരവിന് വലിയ ഹൈപ്പൊക്കെ ഉണ്ടാക്കി അവസാനമൊക്കെ തകർന്നടിഞ്ഞതിന്റെ നിരാശയിലായ BJP അണികളെ എങ്ങനെ തിരികെ ഉയർത്താം എന്നതിന് നടത്തി നോക്കുന്ന ചെറിയ ഒരു ഡോസാണ് ഹൈ സ്പീഡ് റെയിൽവേ. തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ബ്ലൂ പ്രിന്റിന്റെയും പാലക്കാട്ടെ MLA ഓഫീസിന്റെയും ഗതി മോദിജിയുടെ ഹൈ സ്പീഡ് റെയിലിന് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. മഞ്ഞക്കുറ്റികൾ പിഴുതെറിഞ്ഞ മലയാളികൾ കാവിക്കുറ്റിയെ നെഞ്ചിൽ തറയ്ക്കുമോ?